നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന പരിപാടിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. പത്തനാപുരം താലൂക്കിലെ തലവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മോടിപ്പോൾ ഉള്ളത്. ഇത് തലവൂർ UPS സ്കൂളാണ്. ഏകദേശം 170 വർഷത്തോളം പഴക്കമുള്ള ഒരു സർക്കാർ സ്കൂളാണിത്. നിരവധി പ്രമുഖരായ ആൾക്കാർ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി കേരളത്തിൽ, ഇന്ത്യയിൽ സമൂഹത്തിൻ്റെ ഉന്നത തലങ്ങളിൽ എത്തിയ ഒരു സ്കൂളാണ്. അത്രയ്ക്ക് പൈതൃകമുള്ള ഒരു സ്കൂളാണ്. ഇന്ന് ഈ സ്കൂള് നേരിടുന്ന ഏറ്റവും വലിയ വിഷയം, ഇത് തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സ്കൂള് ഏകദേശം 170 വർഷത്തോളം പഴക്കമുള്ള ഈ സ്കൂളിൽ യാതൊരുവിധ നവീകരണ പ്രവർത്തനങ്ങളും ഇതുവരെയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായ വസ്തുത. അപ്പോൾ എനിക്ക് പുറകിലായി കാണുന്ന ഈ ഒരു കെട്ടിടത്തിൻ്റെ 2 വശങ്ങളിലും ക്ലാസ് മുറികളുമായുള്ള ഒരു ഒറ്റ ബിൽഡിങ്ങാണിത്. ഇതിൽ ഏറ്റവും രസകരമായ ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പുറകിലായി നീളത്തിൽ കാണുന്ന ആ 4 ക്ലാസ് മുറികൾക്ക് ഇന്ന് ഫിറ്റ്നസ് ഇല്ലാതെ അടച്ചിട്ടിരിക്കുകയാണ്. ഈ ഫിറ്റ്നസ് ഇല്ലാതിരിക്കുന്ന 4 ക്ലാസ് മുറികളുള്ള ഹാളിന് ഇരുവശവും ഇവിടെയും ഒരു 4 ക്ലാസ് റൂമുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ മറു സൈഡിലും ഒരു 4 ക്ലാസ് റൂം പ്രവർത്തിക്കുന്നുണ്ട്. ഈ 2 ക്ലാസ് റൂമുകളും അവിടെ പ്രവർത്തിക്കുമ്പോൾ ഇതിൻ്റെ മധ്യഭാഗത്തായുള്ള ഈ കെട്ടിടത്തിൽ എനിക്ക് പുറകിലായി നോക്കുന്ന ക്യാമറ സൂം ചെയ്താൽ കാണാൻ പറ്റും. അവിടെ അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ അൺഫിറ്റായ ആ ക്ലാസ് റൂമിന് ചൂട്ടിലാണ്. ഈ ഭക്ഷണവും വാങ്ങിച്ചുകൊണ്ട് പോയി അവർ കഴിക്കാനിരിക്കുന്നതും അവിടെ ഇരുന്നാണ് കഴിക്കേണ്ടത്, ആ അൺഫിറ്റായ സ്ഥലത്ത്. കാരണം മക്കളെ അവിടെ നിന്ന് കഴിക്കില്ലടാ, ആ കെട്ടിടം വീഴുന്നത് അങ്ങോട്ട് പോകും, അങ്ങ് പോയി മാറി അവിടെ നിന്ന് കഴിക്കണ്ട, അങ്ങോട്ട് മാറി നിന്ന് കഴിക്കും. കുട്ടികൾക്കറിയത്തില്ല അവർ ഇവിടെ നിന്ന് കഴിക്കുന്നത്. ഇതുപോലെ കുട്ടികളൊക്കെ ഈ അൺഫിറ്റായ കെട്ടിടത്തിൻ്റെ ചുവട്ടിലാണ് അവർ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. ഇത്ര വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂള്, മാധ്യമപ്രവർത്തകർ ആദ്യം ഈ സ്കൂളിലെത്തി ഈ സ്കൂളിൻ്റെ ശോചനീയാവസ്ഥ റിപ്പോർട്ട് ചെയ്യാൻ എത്തിയപ്പോൾ അധ്യാപകരും PTA അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ മാന്യമായ രീതിയിൽ അതിനൊരു സഹകരണ മനോഭാവത്തോടു കൂടി നിന്നെങ്കിൽ, ചില അധ്യാപകരും ചില PTA അംഗങ്ങളും, അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ചില PTA അംഗങ്ങളും വളരെ ഈ വാർത്ത ചെയ്യണ്ട, ഇത് പുറലോകം അറിയണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നാലും നമ്മളുടെ ജോലി കൃത്യമായി ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഈ സ്കൂളിൻ്റെ ശോചനീയാവസ്ഥ പൊതുജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുവാൻ PTA അംഗങ്ങളും ചില രക്ഷകർത്താക്കളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുമായിട്ട് കാര്യങ്ങൾ ചോദിക്കാം. ഓരോ ദിവസവും നമ്മൾ മാധ്യമങ്ങളിലൂടെ, പത്രങ്ങളിലായാലും ദൃശ്യമാധ്യമങ്ങളിലൂടെ ആയാലും ഈ അപകട വാർത്തകൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം തന്നെ ആലപ്പുഴ ജില്ലയിൽ ഒരു സ്കൂൾ തകർന്നു വീണു. അപ്പോൾ ഇവിടെയുള്ള രക്ഷിതാക്കളുടെ നെഞ്ചിൽ ആദ്യമാണ്. കാരണം അവരുടെ കുട്ടികൾ പഠിക്കുന്നതും ഇത്തരം മോശപ്പെട്ട സാഹചര്യത്തിലുള്ള ഒരു സ്കൂളിലാണ്. ഇതൊരു രക്ഷകർത്താവാണ്. എൻ്റെ മോള് 6ലും 3ലുമാണ്. 2 മക്കളാണ് എൻ്റെ ഇവിടെ പഠിക്കുന്നത്. നമ്മൾ ഓരോ സമയവും ഇതിലേക്കൂടെ പോകുന്നത് തന്നെ നെഞ്ച് കൈവച്ചുകൊണ്ട് തന്നെയാണ്. ഇതുപോലെ പേടിച്ചാണ് പോകുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഇതേപോലെ സംഭവം നടന്നപ്പോഴേ നമ്മുടെ നെഞ്ചിൽ ആളെയാണ്. വേറെ സ്കൂളിൽ, നമുക്ക് ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരാഗ്രഹം. എൻ്റെ വൈഫിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്കൂളിൽ ഞങ്ങൾ പഠിച്ചതാണ്. ഞങ്ങളുടെ എൻ്റെ അമ്മയുടെ വല്യപ്പൻ തന്നെ ഇവിടെ ഈ സ്കൂളിൽ നിന്നാണ് പഠിച്ചത്. അമ്മ പഠിച്ചു, ഞാൻ പഠിച്ചു, എൻ്റെ കുഞ്ഞുങ്ങളിപ്പോൾ ഇത് പഠിക്കുന്നു. ഈ സ്കൂൾ ഇങ്ങനെ തകർന്ന് കിടക്കുന്ന ഈ ഒരു സൈഡ് മൊത്തവും പോയി ഇതായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവിടെ വെച്ചാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണെങ്കിൽ ചോർന്ന് ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. അവിടെയാണ് എൻ്റെ കുഞ്ഞുങ്ങളിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വിഷമമാണ്. ഇതേപോലെ ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു വഴി കണ്ടെത്തി ഞങ്ങൾക്കൊരു പുതിയൊരു കെട്ടിടം തരണമെന്നാണ് ഞാൻ എല്ലാവരോടും പറയാനുള്ളത്. തീർച്ചയായിട്ടും MLAയുടെ അടുക്കലും പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസ ഇതിലും പറഞ്ഞിട്ടുണ്ട്. MLAയുടെ അടുക്കൽ നമ്മൾ ഇവർ PTA കൂടാതെ തന്നെ നമ്മൾ കാണുമ്പം MLAയോട് പറയും, സാറേ ഇതേപോലെ നടുത്തേരിയുടെ ഒരു ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഇതൊന്ന് റെഡിയാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഏത് സമയവും നമ്മൾ ഇതിനെക്കുറിച്ചാണ് പറയാറുള്ളത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തടുത്ത് വരുന്ന കാണുമ്പോൾ നമുക്ക് പേടിയാണ്. നമുക്ക് സ്കൂളിലോട്ട് വിടാൻ തന്നെ ഒരു പേടിയായിട്ട്
ഇരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഒരാഴ്ച മുമ്പ് വരെ നമ്മളിപ്പോൾ ഫ്രെയിമിൽ കാണുന്ന ആ ക്ലാസ് റൂം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു ഓട് ഇളകി വീണു ഒരു കുട്ടിയുടെ തലയിൽ വീഴുന്ന ഘട്ടത്തിലേക്ക് വന്നപ്പോഴാണ് ആ ക്ലാസ് റൂമുകൾ ഇപ്പോൾ ഇവിടേക്ക് ഇത് ഇവരുടെ സ്റ്റേജാണ്, ഇവരുടെ പരിപാടി നടത്തുന്ന ഈ സ്റ്റേജാണ്. അത് ഒരു നിർഭാഗ്യവശാൽ ഒരു സ്കൂളിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഈ കുട്ടികൾ ഇപ്പോൾ ഇരുന്ന് പഠിക്കുന്നത് ഈ സ്റ്റേജിലാണ്. കാരണം അവിടെ ക്ലാസ് റൂം പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. 4 ക്ലാസ് റൂമുകൾ അൺഫിറ്റാണ്. അതുകൊണ്ട് ഈ ക്ലാസ് റൂം ഇപ്പോൾ സ്കൂളിൽ വെച്ച് ഇവിടെ ഒരു ഇവരുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രവർത്തിപ്പിക്കുകയാണ്. അപ്പം ഇവിടെ രക്ഷകർത്താക്കളൊക്കെ വളരെ വിഷമത്തിലാണ്. ഇപ്പോൾ കുട്ടികളെ ഞങ്ങൾ വളരെ ആശങ്കയിലുമാണ്. കാരണം ഞങ്ങളുടെ കുട്ടികളെ എന്ത് വിശ്വസിച്ചാണ് ഇങ്ങോട്ട് വിടുക? കാരണം രാവിലെ കുഞ്ഞുങ്ങൾ സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ വൈകിട്ട് വീട്ടിലെത്തുന്നവരെ ഞങ്ങൾക്ക് ടെൻഷനാണ്. കാരണം നല്ലൊരു മഴയോ അല്ലെങ്കിൽ ഒരു കാറ്റോ ഒന്നും വേണ്ട. കാരണം കെട്ടിടം അത്ര അൺഫിറ്റാണത്. അത് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റുക, പുതിയതിനുള്ള നടപടികൾ ഉണ്ടാവുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഞങ്ങളിപ്പം 2-3 ദിവസമായിട്ട് സ്കൂളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ വിട്ടു കഴിഞ്ഞാൽ വീട്ടിലിരിക്കാൻ മനസ്സില്ല, കുറേ വരികയാണ്. കാരണം നല്ലൊരു മഴ പെയ്യുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിലിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് പൊളിഞ്ഞു വീണ് കഴിഞ്ഞാൽ ഇതിനോട് അനുബന്ധിച്ചുള്ള കെട്ടിടങ്ങളും പൊളിയും വീഴും. എല്ലാം കൂടി വീണ് കഴിഞ്ഞാൽ ആകെ കുഴപ്പമാവും. ഞങ്ങൾ എന്ത് വിശ്വസിച്ചാണ് കുഞ്ഞുങ്ങളെ വിടുക? കുഞ്ഞുങ്ങൾ ടോയ്ലറ്റിൽ പോകുന്നതൊക്കെ ഈ അൺഫിറ്റായ കെട്ടിടത്തിൻ്റെ സൈഡിൽ കൂടിയാണ്. അത് അവർ പോകുന്ന സമയത്ത് വരിവരിയായിട്ട് അവർ പതിയാണ് സാവകാശമാണ് പോകുന്നത്. അന്നേരം ഇത് പൊളിഞ്ഞ് വീഴുകയോ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിന് മുന്നേ നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമല്ലോ. ഇത് വളരെ അധികൃതർ വളരെ ശ്രദ്ധയോടെ വേണം ഇത് കേൾക്കാൻ. കാരണം ഈ രക്ഷകർത്താക്കൾ പറയുന്നത് അവർ ഈ സ്കൂൾ തുടങ്ങി അന്ന് മുതൽ കുട്ടികളെ സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ തൊട്ടുപുറേ ഇവരും കുട്ടികളുടെ ഒപ്പം സ്കൂളിൽ എത്തുകയാണ്. തിരികെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവരും. കുട്ടികൾ ഇവിടെ ചെലവഴിക്കുന്ന അതേസമയം രക്ഷിതാക്കളും ഇവിടെ കുട്ടികളുടെ സുരക്ഷ നോക്കി കഴിയേണ്ട ഒരു അവസ്ഥയാണ്. വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറമാണ്. എന്നിട്ടും എന്തുകൊണ്ട് അധികൃതർ കണ്ടില്ലെന്നിരിക്കുകയാണ് അറിയില്ല. ഞങ്ങൾ ആവുന്നതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അൺഫിറ്റാണ് എന്നുള്ള ഇത് കിട്ടിക്കഴിഞ്ഞു. എന്നാൽ അത് പൊളിച്ചു മാറ്റാനുള്ള നടപടിയോ തീരുമാനങ്ങളോ ഒന്നും ആവുന്നില്ല. ഒരുപാട് കുട്ടികൾ 140-ൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളാണ്. ഇപ്പോൾ തന്നെ ചോർച്ച കാരണം ഇതിനോടനുബന്ധിച്ചുള്ള കെട്ടിടമെല്ലാം ചോർച്ചയാണ്. ബെഞ്ചും ഡെസ്കും എല്ലാം വളരെ മോശമായിരിക്കുന്നു. കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യം പോലും ഇല്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, ഓഡിറ്റോറിയത്തിലേക്കും സ്റ്റേജിലേക്കുമാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അന്നേരം എല്ലാവരും വരുമല്ലോ. അതുവരെ കാത്തിരിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. അതിന് മുന്നേ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണം. ഈ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ളൊരു പഴമൊഴിയുണ്ട്. പക്ഷേ ഈ സ്കൂളുകാർ എത്ര കരഞ്ഞിട്ടും ഇവർക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യത. കഴിഞ്ഞ 3 വർഷമായിട്ട് ബഹുലയൻ ഈ സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റാണ്. ഈ സ്കൂളിൻ്റെ ശോചനീയാവസ്ഥ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മുതൽ ഇനി ആരുടെയും ശ്രദ്ധയിൽപ്പെടുത്താനില്ല. അവരാൽ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ അധികൃതരാരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായ വസ്തുത. എന്തുകൊണ്ടാണ് ഈ നിലപാടെന്ന് അറിയാതെ ഈ PTA അംഗങ്ങളും പകച്ചു നിൽക്കുകയാണ്. ഈ സ്കൂളിൻ്റെ സ്ഥിതി ഇനി എന്നെങ്കിലും മാറുമെന്ന് വല്ല പ്രതീക്ഷയുണ്ടോ? അല്ല, ഒരു വളരെ നിരാശാജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഈ സ്കൂളിൻ്റെ പഴക്കം അത് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുന്ന ആർക്കും മനസ്സിലാവുന്നതാണ്. ഇത്ര ശോചനീയമായ അവസ്ഥയിൽ ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കെട്ടിടത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ വരുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഓരോ ദിവസം രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടുമ്പോൾ പ്രാർത്ഥനയോടെയും പേടിയോടെയും ആണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുന്നത്. കാരണം ഓരോ ദിവസവും വരുന്ന വാർത്തകൾ ഓരോ വാർത്ത വരുമ്പോൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇന്നലെ തന്നെ മാവേലിക്കരയിൽ ഒരു സ്കൂൾ കെട്ടിടം ഇടിഞ്ഞു വീഴുന്ന ഒരു വാർത്ത, ആലപ്പുഴ ജില്ലയിൽ എവിടെയോ. ആ കെട്ടിടത്തിൻ്റെ ആ ദൃശ്യം ആദ്യം ഞാൻ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയത് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഈ സ്കൂൾ കെട്ടിടമാണ്. ഏതാണ്ട് സമാനമായ നിലയിലൊരു കെട്ടിടം. ഇത് ഞങ്ങളിനി ആരോടാണ് പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. MLA സാറ് അദ്ദേഹത്തെ ഞങ്ങൾ പലതവണ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ പലതവണ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സമീപിച്ചപ്പോൾ അദ്ദേഹം ഇതിന് അനുഭാവപൂർണ്ണമായ ഒരു പ്രതികരണം ഉണ്ടായെങ്കിലും തീരുമാനങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകനോട് അദ്ദേഹം പറഞ്ഞത് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഫണ്ട് അനുവദിക്കാൻ തയ്യാറായപ്പോൾ ഇതിൻ്റെ ഈ പാരമ്പര്യമുള്ള ഈ പുരാതനമായ കെട്ടിടം പൊളിച്ചു നീക്കാതെ അതിന് പിന്നിലൊരു കെട്ടിടം പണിയണമെന്ന് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ആരോ ആവശ്യപ്പെട്ടതാണ്. എന്തായാലും ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ഈ സ്കൂളിൻ്റെ PTA അല്ലെങ്കിൽ ഇവിടുത്തെ അധ്യാപകരോ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. പുറത്തുനിന്ന് ആരെങ്കിലും അദ്ദേഹത്തോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ആവശ്യം പാരമ്പര്യം കാത്തു സൂക്ഷിക്കലല്ല നിലവിൽ. കാരണം തകർന്നു വീഴാൻ പോകുന്ന പാരമ്പര്യം ആ തകർന്നു വീഴുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പുറത്തേക്കാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവന് ഞങ്ങൾക്ക് വിലയുണ്ട്. ഞങ്ങൾക്ക് മറ്റൊന്നും ഇവിടെ പ്രശ്നമല്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായി പഠിക്കണം. ഞങ്ങൾ വലിയ സ്കൂളുകളിലേക്ക് കുഞ്ഞുങ്ങളെ അയച്ച് പഠിപ്പിക്കാൻ സാമ്പത്തികമായ സാഹചര്യമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പൊതുവിദ്യാലയത്തിലേക്ക് വരുന്നതെന്ന് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വണ്ടിയിൽ കയറ്റി ദൂര സ്ഥലങ്ങളിലേക്ക് വിട്ട് പഠിപ്പിക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്തതാണ് ഞാനും ഇവിടെ പഠിക്കുന്ന ഈ 170-ലടക്കം പല കുട്ടികളുടെ രക്ഷിതാക്കളും. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ഈ കെട്ടിടം മാറ്റി ഇവിടെ അനുയോജ്യമായ നിലയിൽ ഏതെങ്കിലും 4-5 ക്ലാസ് റൂം കൊണ്ട് ഇവിടുത്തെ നിലവിൽ ഞങ്ങൾ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങളിവിടെ വന്ന് ഇത് മൊത്തത്തിലൊന്ന് കണ്ടപ്പോഴും ഞങ്ങൾക്കും വളരെ വിഷമം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉത്തരങ്ങളൊക്കെ നിലവിലുണ്ടായിരുന്ന തൂണ് തകർന്ന് ഒരു കമ്പിക്കാലിൽ കുത്തി നിർത്തിയിരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അത് ഞങ്ങളിപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ ഈ കെട്ടിടം
പുരാവസ്തു സംരക്ഷണം പോലെ സൂക്ഷിക്കണം എന്ന് സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഇത് പൊളിക്കാത്തത് എന്നാണ്, പൊളിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് കെട്ടിടം അനുവദിക്കാത്തതെന്നുള്ള മന്ത്രിയുടെ ഒരു അഭിപ്രായം നമ്മുടെ ഒരു സഹപ്രവർത്തകൻ്റെ കയ്യിൽ അതിൻ്റെ വീഡിയോ ഉണ്ട്. കഴിവെങ്കിൽ നമുക്കതൊന്ന് കാണിക്കാനുള്ളൊരു ശ്രമം കൂടെ നടത്താം. എന്നാലും ഇത്തരം അഭിപ്രായങ്ങൾ ഈ സ്കൂളിൻ്റെ പുരോഗതിക്ക് ഒരു തടസ്സമല്ലേ? നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നോ അത്തരം ഒരു അഭിപ്രായം എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു അഭിപ്രായം ഞങ്ങൾക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനാണെങ്കിൽ GA പൈപ്പിൽ താങ്ങി നിർത്തിയിരിക്കുന്ന പാരമ്പര്യം സ്കൂളിനുള്ളത്, കെട്ടിടത്തിനുള്ളത്, സ്കൂളിനല്ല സ്കൂളിൻ്റെ കെട്ടിടത്തിനുള്ളത്. കാരണം ആ കെട്ടിട തകർച്ചയിലേക്ക് പോയപ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് കാണാം അവിടെ ഒരു GA പൈപ്പൊക്കെ താങ്ങി വെച്ചിട്ടാണ് ഈ സ്കൂൾ നിലനിർത്തുന്നത്. അപ്പോൾ ആരഭിപ്രായം പറഞ്ഞാലും ശരി, അവരുടെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ആരെങ്കിലും കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ ഇത്ര ബാലിശമായൊരു അഭിപ്രായം മന്ത്രി പോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളോട് പറയാൻ അവർ തയ്യാറാവില്ല. മന്ത്രി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണെന്നാണ് എനിക്കത് പറയാനുള്ളത്. ഞങ്ങൾ ആരും തന്നെ, ഞങ്ങളുടെ PTA-യുമായി ബന്ധപ്പെട്ട ഒരാളും തന്നെ ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഞങ്ങൾ അങ്ങനെ അഭിപ്രായം പറഞ്ഞില്ല. ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്നത് ഞങ്ങൾ പുതിയ കെട്ടിടം വേണമെന്നാണ്. 10 ക്ലാസ് റൂമുകളുള്ള 10 ക്ലാസ് റൂമുകളുണ്ടെങ്കിൽ ഈ സ്കൂളിൽ നിലവിൽ ഇവിടെ എത്ര ക്ലാസ് റൂമുകളാണ്? ഇപ്പോൾ ഈ പഴയ ബിൽഡിങ്ങിൽ 5 ക്ലാസ് റൂമുണ്ട്. ഈ പഴയ ബിൽഡിംഗ് ക്ലാസ്സിൽ 5 ക്ലാസ് റൂമുകൾ ഈ ബിൽഡിംഗ്, നമ്മളീ കാണുന്ന ബിൽഡിങ്ങിലുണ്ട്. പ്രീ പ്രൈമറി മുതൽ 7ാം ക്ലാസ് വരെയാണ് ഇവിടെ ക്ലാസ്സുകൾ ഉള്ളത്. നിലവിൽ അതിലെ 4 ക്ലാസ് റൂം ഉള്ളതായിരുന്ന ഒരു കെട്ടിടം അൺഫിറ്റാണ്. ഒരാഴ്ച മുമ്പ് ഒരു ക്ലാസ് റൂമും അടച്ചു. ഈ പരിമിതമായ സാഹചര്യത്തിൽ എങ്ങനെ ഇനി സ്കൂൾ പ്രവർത്തിക്കും? അല്ലെ, തീർച്ചയായിട്ടും 5 ക്ലാസ് റൂമുകൾ പോയി. അത് മാത്രമല്ല ഓഫീസ്, കമ്പ്യൂട്ടർ ലാബ് തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം ഈ കെട്ടിടത്തിലാണുള്ളത്. അപ്പോൾ ഈ സംവിധാനങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ 10 ക്ലാസ് റൂമുകൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിന് പകരം 5 ക്ലാസ് റൂമോ 4 ക്ലാസ് റൂമോ നൽകിയിട്ട് കാര്യമില്ല. അപ്പോൾ ബാക്കിയുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകും? 10 ക്ലാസ് റൂമുകളുള്ള ഒരു ബിൽഡിങ് ഈ ഒരു UP സ്കൂളിൽ അനിവാര്യമാണ്, അത്യാവശ്യമാണ്. നമുക്ക് ഈ 10 ക്ലാസ് റൂമുകളുള്ള ഒരു ബിൽഡിങ് അനുവദിക്കുന്നതിന് ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല? ഞങ്ങൾക്കറിയില്ല. MLA ആയിട്ട് സംബന്ധിച്ച് മന്ത്രി ഇവിടെ കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വന്നു. അദ്ദേഹം വളരെ അനുഭാവപൂർണ്ണമായിട്ടാണ് നമ്മളോട് അന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ പിന്നീട് മനസ്സിലാക്കി 5 ക്ലാസ് റൂമോ മറ്റോ അനുവദിക്കാനുള്ളൊരു തീരുമാനം എടുക്കുന്നത്. പക്ഷേ അത് പര്യാപ്തമല്ല. 5 ക്ലാസ് റൂം പര്യാപ്തമല്ല. പിന്നെ നമ്മൾ ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. 5 ക്ലാസ് റൂം അനുവദിക്കപ്പെട്ടത് അംഗീകരിച്ച് അല്ലെങ്കിൽ അത് നിർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ഒരു 5 ക്ലാസ് റൂമിന് വേണ്ടിയിട്ടുള്ള ഒരു നെട്ടോട്ടം പിന്നെ നമ്മൾ നടത്തേണ്ടി വരും. അതെ, നമുക്കൊരു മഴ പെയ്യുന്നത് കൊണ്ട് അല്പം അകത്തോട്ട് കയറി നിന്ന് സംസാരിക്കാം. ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സമുള്ളതായിട്ട് ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു നിന്നും ഉള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരു അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ മാത്രമല്ല ഈ സ്കൂൾ കെട്ടിടം പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട രേഖാമൂലം ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല ഇതുവരെ. ഇപ്പോൾ ഈ വാഗ്ദാനങ്ങളല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ പേരിലുള്ള പേപ്പർ വർക്കുകളെങ്കിലും നടക്കുന്നതായിട്ട് നമുക്ക് അറിയിപ്പുകൾ കിട്ടിയിട്ടില്ല. ഇപ്പോൾ അവസാനമായിട്ട് നമ്മുടെ തലവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ സ്കൂളിന് അനുഭാവപൂർണ്ണമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള നടപടികളാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. ഇപ്പോഴും അവരുടെ തനത് ഫണ്ടിൽ നിന്ന് ഏതാണ്ട് 25 ലക്ഷം രൂപ അനുവദിക്കാനുള്ള തീരുമാന തത്വത്തിലായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ പിന്നിൽ കാണുന്ന കോൺക്രീറ്റ് കെട്ടിടത്തിന് മുകളിലായിട്ട് ഒരു സംവിധാനം, അത് നമ്മുടെ എല്ലാ ഉൾക്കൊള്ളിക്കത്തക്ക രീതിയിലല്ല, താൽക്കാലികമായിട്ട് സഹായം എന്ന നിലയിൽ അവർ ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് പോകുന്നതാണ് നമുക്കറിയാം. കാരണം നമുക്ക് നമ്മുടെ പഞ്ചായത്തിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിനെപ്പറ്റി അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ തലത്തിൽ, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലത്തിലോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട MLA-യുടെ ആ ഭാഗത്തു നിന്നോ അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതായിട്ട് ആ രേഖാമൂലം ഒരു അറിയിപ്പും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങളതിനെക്കുറിച്ച് അജ്ഞരാണ്, ഞങ്ങൾക്കറിയില്ല. പക്ഷേ നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു ഫണ്ട് അല്ലെങ്കിൽ MLA-യുടെ ഭാഗത്തു നിന്നൊരു ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലൊരു കെട്ടിടം ഇവിടെ യാഥാർത്ഥ്യമാകുകയുള്ളൂ. അതിനുള്ള ഒരു ശ്രമം ഇനിയും നിങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കേണ്ടിയിരിക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ ആരെ വേണമെങ്കിലും പോയി കാണാം, ആർക്ക് വേണമെങ്കിലും അപേക്ഷ കൊടുക്കാൻ, ആരോട് അപേക്ഷിക്കാനും ഞങ്ങൾക്ക് മടിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ്റെ പ്രശ്നമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോടൊപ്പം അവരുടെ ജീവിതം ഞങ്ങൾക്ക് പ്രധാനമാണ്. രാവിലെ കളിച്ച് ചിരിച്ച് സ്കൂളിലേക്ക് ഓടി വരുന്ന മക്കൾ അതുപോലെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരായി നാട്ടിലെ എല്ലാ രക്ഷിതാക്കളും. ആ വേദനയാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടും ആ സുരക്ഷിതത്വം നിറഞ്ഞ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ്. ആരെ കാണാനും ഞങ്ങൾ തയ്യാറാണ്. ഏത് സംവിധാനത്തോട് അപേക്ഷിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് MLA ഫണ്ട് കിട്ടിയാലും MV ഫണ്ട് കിട്ടിയാലും എവിടെ നിന്ന് ഫണ്ട് കിട്ടിയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങളുടെ ആവശ്യം ഇത്ര മാത്രമേ ഉള്ളൂ. സൗകര്യങ്ങളെല്ലാം ഉള്ള നിലയിൽ ഒരു കെട്ടിടം ഞങ്ങൾക്ക് നിർമ്മിച്ചു തരണം. അതിന് ആരെങ്കിലും പറഞ്ഞു പിന്നെ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒന്നും പേരിൽ നിന്ന് തള്ളി നീക്കരുതെന്നൊരു താഴ്മയായ അപേക്ഷയാണ് അധികാരികളോട് ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത്. വളരെ വ്യക്തമാണ് PTA-യുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം. കാരണം ഒരാളും ഈ കെട്ടിടം പുരാവസ്തുവായിട്ട് സംരക്ഷിക്കണമെന്നോ പുതിയ കെട്ടിടം വേണമെന്നോ ആവശ്യപ്പെട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ടും അവർ പറയുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വന്ന് ഫണ്ട് അനുവദിക്കുന്നതിന് അത് ഒരു തടസ്സമാണെങ്കിൽ അത് PTA-യുടെ ഭാഗത്തു നിന്നുള്ളതല്ല എന്നുള്ള
വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏത് അറ്റം വരെയും ഈ കെട്ടിടത്തിന് വേണ്ടി പോകാൻ ആരുടെ കാല് പിടിക്കാനും PTA അംഗങ്ങൾ തയ്യാറാണ്. PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അത് സന്നദ്ധമാണ്. ഇവർക്ക് വേണ്ടത് അവരുടെ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കുവാൻ, വരുന്നത് പോലെ തിരിച്ച് വീട്ടിലെത്തുവാൻ കഴിയുന്ന നിലയിൽ സ്വസ്ഥമായി ഇരുന്ന് പഠിക്കുവാൻ, കുട്ടികൾ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന സമയത്ത് ആദിയില്ലാതെ രക്ഷകർത്താക്കൾക്ക് വീട്ടിലിരിക്കാൻ ഒരു അടച്ചുറപ്പുള്ള കെട്ടിടം, അതാണ് അവരാവശ്യപ്പെടുന്നത്. വിദ്യാർത്ഥികളും വളരെ പേടിയോടുകൂടിയാണ് ഇവിടെ കഴിയുന്നത്. ആരും പറയുന്നില്ലെങ്കിലും മറ്റേ നിവൃത്തിയില്ലാതെ അവരിവിടെ കഴിയേണ്ട ഒരു സ്ഥിതിയാണുള്ളത്. അതായത് ഈ കുട്ടികളെല്ലാം ഇതിൻ്റെ കൂടെ നിൽക്കുന്ന മക്കളെ. ഇതേ എത്ര നമ്മൾ പഠിക്കുന്നത്? ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഏഞ്ചൽ. മോളെ, ഈ കെട്ടിടം അടച്ചിട്ടേക്കുക, ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അടച്ചിട്ടേക്കുക. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഇതിൻ്റെ ചുവട്ടിലൊക്കെ, നിങ്ങൾക്ക് ആകെ പേടിയൊന്നും വരത്തില്ലേ? പേടിയുണ്ട്. ഇത് അടച്ചിടാൻ കാരണമായിട്ടുള്ളത് ഒരു കുട്ടിയുടെ തലയിൽ ഒരു ചെറിയ ഓടും കഷ്ണം വീണിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് ഇത് അടച്ചിടാൻ കാരണമായി വന്നിട്ടുള്ളത്. ഞങ്ങളെപ്പോഴും ഇതിനകത്ത് പേടിയായിട്ടാണ് നിൽക്കുന്നത്. മഴ പെയ്യുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കാതായിരിക്കും ഓടും കഷ്ണമൊക്കെ ചെറുതായിട്ട് തലയിൽ വന്ന് വീഴുന്നത്. അതുകൊണ്ട് ഞങ്ങളെപ്പോഴും അരുവിലോട്ട് മാറിയാണ് ഇരിക്കുന്നത്. പിന്നെ എപ്പോഴും ഞങ്ങൾ ഇതുവഴിയാണ് നടക്കുന്നത്. ഇതിൻ്റെ ചുവട് പോകത്തില്ല. മക്കളെ, അതുകൊണ്ട് അവിടെയൊക്കെ പിള്ളേരൊക്കെ ഇരുന്ന് ചോറൊക്കെ തിന്നുന്ന കെട്ടിടത്തിൻ്റെ ചുവട്ടിലൊക്കെ ചോറൊക്കെ തിന്നിരിക്കുന്നത് ഇത് കഴിക്കുന്നുണ്ടല്ലോ. അപ്പോഴേ നിങ്ങളിത് ഈ കെട്ടിടത്തിൻ്റെ അവസ്ഥ നമ്മൾ വീട്ടിൽ ചെന്ന് പറയുകയോ ടീച്ചർമാരുടെ അടുത്തൊക്കെ പറയുകയൊക്കെ ചെയ്തപ്പോൾ എന്തൊക്കെയാണ് അവർ പറയുന്നത്? അവരും പറയുന്നത് നല്ലൊരു കെട്ടിടം ഉണ്ടെങ്കിൽ ഈ സ്കൂൾ ഉറപ്പായിട്ടും നല്ലൊരു സ്കൂളായിട്ട് മാറുന്നതാണ്. പക്ഷേ കെട്ടിടം പണിഞ്ഞാലേ കുട്ടികളുടെ വർധന ഉണ്ടാകത്തുള്ളൂ എന്നാണ് പേരൻസിൻ്റെ. നിങ്ങൾ ഈ ചെറിയ പരിമിതമായ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളെല്ലാവരും പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നവരൊക്കെ എങ്ങനെ വിജയ ശതമാനം കൂടുതലുണ്ടോ? ഈ അധ്യാപകർ നിങ്ങളെ പഠിപ്പിക്കുന്നതിലൊക്കെ എങ്ങനെ നല്ല മെച്ചമാണോ? അധ്യാപകർ നമ്മുടെ നല്ല വൃത്തിക്ക് കൂട്ടുകാരെ കൂട്ടാണോ സഹകരിക്കുന്നത്? അധ്യാപകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾക്ക് കെട്ടിടമാണ് വേണ്ടത്. അധ്യാപകർ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അധ്യാപകർക്ക് പരമാവധി അവർ കഴിവതും നന്നായിട്ടാണ് പഠിപ്പിക്കുന്നത്. കുട്ടികളെ അവരുടെ കൂട്ടുകാരായിട്ടാണ് കരുതുന്നത്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ആ കാര്യത്തിൽ എനിക്ക് അധ്യാപകരോട് ഭയങ്കരമായിട്ട് സ്നേഹമുണ്ട്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഇപ്പം വേണ്ടത് നമുക്കൊരു കെട്ടിടം വേണം. അപ്പോൾ ഈ കെട്ടിടം വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളിവിടെ വരുന്ന മന്ത്രിയോ MLA മാമ്മമാരോ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇനി കെട്ടിടം ഞങ്ങൾക്ക് വേണമെന്നും പറഞ്ഞ് നിങ്ങൾ സമീപിക്കുകയും നിങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യാൻ സാധ്യതയുണ്ടോ? ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആനുവൽ ഡേക്കാണെങ്കിൽ KB ഗണേഷ് കുമാർ സാർ വന്നപ്പോൾ ഞങ്ങൾ നേരിട്ട് ചെന്ന് ഞങ്ങളുടെ 6ാം ക്ലാസ്സിലെ കുറച്ച് എൻ്റെ കൂട്ടുകാരൊക്കെ ചെന്ന് ഞങ്ങൾ KB ഗണേഷ് കുമാർ സാറിനോട് പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു കെട്ടിടമാണ്. കാരണം ഇതിനു മുമ്പായിട്ട് ഒത്തിരിയും കുട്ടികളുടെ തലമണ്ടയിലൊക്കെ ഇങ്ങനെ ഓട് വീണിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്നേരം KB ഗണേഷ് കുമാർ സാർ അത് ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. നമുക്ക് ഉറപ്പായിട്ടും ഇവിടെ ഒരു പുതിയ കെട്ടിടം വേണം. എന്നോട് 2-3 പിള്ളേരാണെങ്കിൽ വന്നിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അതിലെനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. അന്നേരം ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഭയങ്കര കയ്യടിയോടായിരുന്നു അത് ഇതാക്കിയത്. എത്ര നാളായി കാണും ഇപ്പം നമുക്കത് പറഞ്ഞിട്ട്? 1 വർഷം കഴിഞ്ഞോ? 1 വർഷം കഴിഞ്ഞോന്ന് ആനുവൽ ഡേയുടെ അന്നായിരുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ ഇപ്പോൾ ഒരു 5-6 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ സ്കൂളിനെ ഒന്നും അനുവദിച്ചു. പക്ഷേ നമുക്കിവിടെ ക്ലാസ് റൂം വേണ്ടേ? നല്ല ക്ലാസ് റൂം വേണമല്ലോ. നല്ല ക്ലാസ് റൂം വേണം. ഇന്ന് ഞാൻ രാവിലെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഞങ്ങളുടെ ക്ലാസ് റൂം ഇപ്പോൾ പൂട്ടിയിരിക്കുകയാണെന്ന്. ക്ലാസ് റൂം എന്താ മോളെ പൂട്ടിയിരിക്കുന്നത്? കാരണം എൻ്റെ കൂട്ടുകാരിയാണ് മോക്കെന്താ പറ്റിയത്? അത് എനിക്ക് പറ്റില്ല. അവിടെ ക്ലാസ്സിൽ നിന്ന് കുറേ ഓടൊക്കെ തറ വീഴുന്നുണ്ട്, കുറേ മണ്ണൊക്കെ അങ്ങനെ വീഴുന്നുണ്ടായിരുന്നു. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തല വീഴാൻ തുടങ്ങിയതായിരുന്നു. തല വീണില്ല, ഇല്ല വീണില്ല, അപ്പുറത്ത് മാറി വീണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ക്ലാസ് റൂം പൂട്ടിയേക്കുക. അപ്പോൾ നിലവിൽ ഇപ്പോൾ അവിടെ 2-3 ക്ലാസ് റൂമേ ഉള്ളൂ. ഇവിടെ 4 എണ്ണം അടച്ച്, അത് ഓഫീസ് റൂമാണ്. അപ്പം നിങ്ങൾക്ക് 7 ക്ലാസ് റൂമുകളിൽ പ്രവർത്തിക്കേണ്ട സ്ഥലത്ത് ഇപ്പോൾ ആകെ ഉള്ളത് നമുക്ക് 3 ഹാളാണ്. ആ 3 ഹാളിലാണ് നിങ്ങൾ പഠിക്കുന്നത്. ഇങ്ങനെ പഠിച്ചാൽ പോരല്ലോ. നമുക്കിവിടെ ക്ലാസ് റൂം വേണം, പുതിയ കെട്ടിടം വേണമല്ലോ. ശരി, നമുക്ക് അങ്ങനെ മന്ത്രി അംഗങ്ങളുടെ അടുത്ത് എല്ലാവരും കൂടെ ഒന്നുകൂടെ ആവശ്യപ്പെടണം. ഇവിടെ നമുക്കൊരു പുതിയ കെട്ടിടവും വേണമെന്നുള്ളത്. നമ്മൾ ഈ ചെയ്യുന്ന വാർത്ത, ഈ പരിപാടി ചിലപ്പോൾ മന്ത്രി അംഗങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ മന്ത്രി അംഗങ്ങളോട് എന്താ നമുക്ക് ആവശ്യപ്പെടാനുള്ളത്? ഉറപ്പായിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് പുതിയൊരു കെട്ടിടം തന്നെ വേണം എന്നാണ് ഞാൻ ഉറപ്പായിട്ടും ആവശ്യപ്പെടുന്നത്. വളരെ
വ്യക്തവും സ്പഷ്ടവുമായാണ് ഈ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. പഠിക്കാൻ വളരെ മിടുക്കരായ കുട്ടികളാണ്. ഇപ്പോൾ അവർ പേടിച്ചാണ് ക്ലാസ് റൂമിൽ ഇരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഭാഗ്യത്തിന് ഈ മോടെ തലയിൽ ഓട് വീണില്ല, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ വീണ് തൊട്ടടുത്ത് വീണത്. അതുകൊണ്ട് ഇവർക്ക് വേണ്ടത് ഇവിടെ മനോഹരമായി ഇരുന്ന് പഠിക്കാൻ, സ്വസ്ഥമായി പഠിക്കാൻ ഒരു ക്ലാസ് റൂം വേണം, അതിനൊരു മനോഹരമായ ബിൽഡിംഗ് വേണം എന്നാണ് ഈ കുട്ടികൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾക്ക് നല്ല സ്കൂളും വേണം, ഞങ്ങൾക്ക് എഴുതാനും പഠിക്കാനും നല്ല ബെഞ്ചും വേണം. മന്ത്രിയാക്കൾ കാണുവാണെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് നടത്തി തരണം. 170ഓളം വർഷം പഴക്കമുള്ള ഈ സ്കൂള് ഇത്രയധികം തകർച്ച നേരിടുമ്പോൾ ഇവിടെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെ നെഞ്ചിലെ ചങ്കിടിപ്പ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവർ കുട്ടികളെ സ്കൂളിലേക്ക് വിട്ട് തിരികെ അവർ വീട്ടിൽ വരുന്നതുവരെ അവരുടെ മനസ്സിൽ ആദിയാണെന്നുള്ളത് വേണം മനസ്സിലാക്കണം. കാരണം ഈ സ്കൂളിൻ്റെ സ്ഥിതി അതാണ്. ഒരാഴ്ച മുമ്പ് ഇതിൻ്റെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ക്ലാസ് റൂം പെട്ടെന്ന് അടച്ചിടേണ്ട സ്ഥിതിയായി. കാരണം മുകളിൽ നിന്നും ഒരു ഓട് താഴേക്ക് വന്ന് ക്ലാസ്സിലിരുന്ന് ഒരു കുട്ടിയുടെ സമീപത്ത് വീണത് എന്തോ ഭാഗ്യം കൊണ്ട് ആ കുട്ടിയുടെ തലയിൽ വീണില്ല, മുറിവ് പറ്റിയില്ല. ആ ക്ലാസ് റൂം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ ക്ലാസ് റൂമുകൾ അടച്ചിടുന്ന ഒരു സ്ഥിതിയാണ്. ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ മനസ്ഥിതി വേണം നമുക്കൊന്ന് മനസ്സിലാക്കാൻ. കുട്ടിയുടെ രക്ഷിതാവാണല്ലോ. അതെ, എൻ്റെ പേര് സന്തോഷ് എന്നാണ്. നമ്മുടെ കുട്ടികളോട് പഠിക്കും നമ്മളെ ഈ സ്കൂളിൻ്റെ ഈ ശോചനീയാവസ്ഥ ഇങ്ങനെ മതിയോ? എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കൂടെ? നമ്മുടെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ദയനീയമായിട്ടാണ് ഞാൻ സ്കൂൾ വന്ന് നോക്കുമ്പോഴും കാണുമ്പോഴും എല്ലാം. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഇടിഞ്ഞു വീഴുന്ന രീതിയിലാണ് ഇപ്പം സ്കൂൾ നിൽക്കുന്നത്. നമുക്കറിയാം ഈ സ്കൂളിൻ്റെ ക്ലാസ് റൂമിൻ്റെ പല ഭാഗങ്ങളിൽ ചെന്ന് 4 മൂല മെയിൻ എന്ന് വെച്ചാൽ ബലം എന്ന് പറഞ്ഞാൽ ഭിത്തി, മൂലഭിത്തിയാണ് ബലം വരേണ്ടത്. ആ മൂലഭിത്തി തന്നെ കറക്റ്റ് ഇടിഞ്ഞ് നടുവേ വെട്ടിക്കേറിയിരിക്കുന്ന അവസ്ഥയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുമ്പോൾ നമ്മൾ അവർ സേഫായിട്ടിരുന്ന് പഠിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ അതിലും വളരെ ദയനീയമായിട്ടൊരു അവസ്ഥയാണ് കാണുന്നത്. എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ ഈ സ്കൂളിലോട്ട് കുട്ടികളെ പറഞ്ഞു വിടുന്നത്? ഇത് നല്ല രീതിയിൽ വരണമെന്നുള്ളൊരു ആഗ്രഹക്കാരാണ് ഞാനും. നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും ആ ഭിത്തിയിലോട്ട് എന്ന് വെച്ചാൽ താമസിക്കാതെ തന്നെ ഇടിഞ്ഞു വീഴുന്നത്. 10 ദിവസം മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ തുറക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ഇത് എൻ്റെ ഭിത്തി നമുക്ക് തോന്നുന്നത് മറ്റേ പണ്ടത്തെ വെട്ടുകല്ല് ഉപയോഗിച്ച ഭിത്തിയാണ്. അന്നത്തെ ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു തേപ്പാണ് ഭിത്തി തേച്ചിരിക്കുന്നത്. അത് അടന്ന് വീണ് കഴിഞ്ഞാൽ സെറ്റോടെ ഇളകി വീടുന്ന രീതിയിലുള്ള ഒരു രീതിയല്ലേ ഇത്? ആ തേപ്പിൻ്റെ ബലം കൊണ്ട് മാത്രമാണ് ഇത് നിൽക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സമയത്ത് വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കാരണം വെളിയിലത്തേക്കായി കൂടുതൽ വെള്ളമാണ് അകത്ത് കിടക്കുന്നത്. പിള്ളേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനം തന്നെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. കാരണം അവർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനം അവർ പലരും പല വരാന്തയിലുകളും പോയിട്ട് തന്നെ കഴിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവരിതൊക്കെ ഇങ്ങനെയാണ് അവർ പഠിക്കേണ്ടത്. ഇങ്ങനെയല്ല അവർ പഠിക്കേണ്ടത്. നല്ല നിലയിൽ പഠിച്ചു വരേണ്ട ആൾക്കാരാണ്. അപ്പം നമ്മളൊരു സ്കൂളെന്ന് പറഞ്ഞ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇന്ന സ്കൂളിൽ നിന്ന് പഠിച്ചു പോയി എന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനമാണ്. പക്ഷേ അത് വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ ഈ സ്കൂളിൻ്റെ ഒരു അവസ്ഥയും കിടക്കുന്നത്. ആധുനിക നിലവാരത്തിലേക്ക് സ്വകാര്യ സ്കൂളുകൾ അത്രയ്ക്കും വലിയ സംവിധാനത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ നിരവധി കുട്ടികൾ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗം ആശ്രയിക്കുന്ന സർക്കാർ സ്കൂളുകളുടെ ഈ സ്ഥിതി തുടരുന്നതിൽ നമുക്ക് ആത്യന്തികമായൊരു വിഷമമുണ്ട്. അധികൃതരുടെ ഭാഗത്തുനിന്നും ഈ സ്കൂളിൻ്റെ നവീകരണം ആവശ്യപ്പെടുമ്പോൾ എന്തൊക്കെ മറുപടിയാണ് നമുക്ക് ലഭിക്കുന്നത്? ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് എനിക്കറിയില്ല. PTA പ്രസിഡന്റ് എന്ന് അറിയുന്നത്. പക്ഷേ എൻ്റെ ഒരു കണക്കൂട്ടിൽ ഇങ്ങനെ പോയാൽ പോരെ. സ്കൂള് നല്ല നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് നല്ല രീതിയിലൊരു വിദ്യാഭ്യാസം നേടണം. നല്ല സ്കൂളിൽ അവർ പഠിക്കണം. കാരണം വെച്ചാൽ സർക്കാർ സ്കൂളിലാണ് എൻ്റെ മുമ്പ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതും പഠിക്കുന്നതും. പക്ഷെ അത് ഇങ്ങനെ പോരാ. ഇച്ചിരികൂടെ നല്ല ഡെവലപ്പായിട്ട് അവർക്ക് എല്ലാ സൗകര്യങ്ങളും കൂടി ചെയ്യാൻ വേണം. ഓരോ രക്ഷിതാക്കളും വളരെ ആശങ്കയോടുകൂടിയാണ്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ കുട്ടികളെ സ്കൂളിലേക്ക് വിട്ടു കഴിഞ്ഞാൽ രക്ഷകർത്താക്കൾക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല. അവർക്ക് മനസ്സനുവദിക്കില്ല. അവരും തിരികെ സ്കൂളിലെത്തും കുട്ടികൾക്കൊണ്ട്. ഇപ്പോൾ ഈ രക്ഷകർത്താക്കളെ 2 കുട്ടികൾ പഠിക്കുന്നുണ്ടല്ലോ, 1ലും 3ലും 2 കുട്ടികൾ ഇവിടെ പഠിക്കുന്നു. കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങുന്നു. 2 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പം ഈ രക്ഷകർത്താവും കുട്ടികളെ ഇവിടെ രാവിലെ വന്നിരിക്കുകയാണ് സ്കൂളിൽ. ഇനി കുട്ടികൾ തിരികെ പോകുമ്പോൾ മാത്രമാണ് ഇവർക്ക് പോകാൻ മനസ്സ് വരും. ഇതാണ് സ്ഥിതി. ഈ സ്ഥിതി എത്ര നാൾ കൊണ്ട് തുടരുന്നുണ്ട് ഇങ്ങനെ? ഇപ്പം ഈ ഒരു വാർത്തകൾ ഇങ്ങനെ കേൾക്കുന്ന ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനൊരു വാർത്തകളാണ് വരുന്നത്. ആ വരുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സ്കൂളിൽ രാവിലെയും ഉച്ചയ്ക്കും ഒരു 10 മണിക്ക് ശേഷം എന്തായാലും ഞാൻ സ്കൂളിൽ വരുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ഓട്ടോയിലാണ് വരുന്നത്. എങ്കിൽ പോലും അവർ വന്നതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ സ്കൂളിൽ എത്തിയിരിക്കും. കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം ഈ ബിൽഡിംഗ് ഇത്രമാത്രം ശോചനീയാവസ്ഥയിൽ നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഇവിടെ സേഫ് എന്ന് അറിയാത്തതുകൊണ്ട് കഴിഞ്ഞ HM ചോദിച്ചാലും കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സ്കൂളിൽ വരുന്നുണ്ട്.
നമ്മൾ ഈ നിങ്ങൾ മാത്രമല്ല, ഞാൻ ചുറ്റും നോക്കുക, അവിടെ ഇവിടെ എല്ലാ രക്ഷിതാക്കളും ഇരിക്കുക. അവരുടെ ചോദിച്ചപ്പോഴെല്ലാവരും എല്ലാ രക്ഷിതാക്കളും ഇതേ സ്ഥിതിയായിട്ട് വരിക. അപ്പം നമ്മൾ ചുരുക്കി പറയുവാണെങ്കിൽ ഈ സ്കൂള് ഒരു ഗുരുകുല സംവിധാനത്തിൽ പഠിക്കുന്ന രീതിയിൽ തന്നെ പറയാം. കാരണം കുട്ടികളും രക്ഷിതാക്കളും എല്ലാം ഒരുമിച്ചുണ്ട്. നിങ്ങൾ PTA ഭാഗത്തു നിന്നും ഈ സ്കൂൾ കെട്ടിടം വേണമെന്നും പറഞ്ഞ് നിരവധി തവണ ആവശ്യപ്പെട്ടു. ഒരുപാട് തവണ ഇതിനു വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത്രയും ഒരു 145-ൽ പരം കുട്ടികൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു പുതിയ ബിൽഡിംഗ് വരുവാണെങ്കിൽ ഇതിലും കൂടുതൽ കുട്ടികളാണ് ഇവിടേക്ക് വരാൻ വേണ്ടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഒരു കെട്ടിടം വേണം. അത് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഒരു സ്കൂൾ കെട്ടിടത്തിന് വേണ്ടി. അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഈ ശോചനീയാവസ്ഥ ഒരു തരത്തിൽ അധ്യാപകരെയും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ ആ ഫിറ്റ്നസ് ഇല്ലായ്മയും ക്ലാസ് റൂമുകൾ കൂടിക്കൊഴിഞ്ഞുള്ള അവസ്ഥയും കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നതോ അത് അധ്യാപകരെ എങ്ങനെ സ്വാധീനം ചെലുത്തും? അതെ, ഇപ്പം തന്നെ നമ്മളുടെ അകത്തുള്ള ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ അവിടെ പഠിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് കുഞ്ഞുങ്ങളെ ഇവിടെ ഓഡിറ്റോറിയം നമ്മൾ താൽക്കാലികമായിട്ട് അസംബ്ലി നടത്തുന്ന സ്ഥലമാണ്. അവിടേക്കൊക്കെ മാറ്റി ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഈ അൺഫിറ്റായ കെട്ടിടത്തിലൂടെയാണ് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ് റൂമിലോട്ട് പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. അന്നേരം ഇതിൽ നിന്നും ഒരു ഓട് കുഞ്ഞുങ്ങളുടെ തലയിൽ വീണാൽ പോലും അവർക്ക് അപകടം പറ്റുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് കുട്ടികൾ അധ്യാപകരും അത് തന്നെ, അധ്യാപകരും ഇതിൽ നിന്നും കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും, കാരണം അവർക്കും ആശങ്കയാണ്, കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും എന്നുള്ള രീതിയിൽ ആശങ്കയാണ്. അല്ല, ഞാൻ സാധാരണ നമ്മുടെ കേരളത്തിലൊരു സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപകടാവസ്ഥ എത്ര പറഞ്ഞാലും ആരും അത് ഉൾക്കൊള്ളത്തില്ല. പക്ഷെ ഒരു അപകടം ഉണ്ടായതിനു ശേഷമേ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുള്ളൂ. അത്തരത്തിൽ പ്രവർത്തിക്കാനാണോ ഈ സ്കൂളിൽ? അയ്യോ, അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇതിൽ മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല. കാരണം എത്രയും പെട്ടെന്ന് വേണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ഇങ്ങനൊരു ബിൽഡിംഗ് ആണ്. കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു അപകടം പറ്റിയതിന് ശേഷം ഞങ്ങൾക്ക് ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ കഴിഞ്ഞ ഓരോ ആഴ്ച ഒഴിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്കൂളിൽ വരുന്നത് പോകുന്നത് തന്നെ അത് തന്നെയാണ്. എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പറ്റുമോ എന്നുള്ള പേടി കൊണ്ട് തന്നെയാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമാണ്. PTA-യുടെയും കുട്ടികളുടെയും ആവശ്യം വളരെ വ്യക്തമാണ്. 170ഓളം വർഷം പഴക്കമുള്ള ഈ സ്കൂള് ഇത്ര അധപ്പതനത്തിൽ നിൽക്കുമ്പോഴും തിരിഞ്ഞു നോക്കാത്ത അധികൃതർക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് കുട്ടികളും രക്ഷകർത്താക്കളും ഒരേപോലെ ഉന്നയിക്കുന്നത്. ഇത് ഇങ്ങനെ പോരാ. വിഷയത്തിൽ അടിയന്തരമായി വിദ്യാഭ്യാസ വകുപ്പ് ഇടപെടണം. സ്ഥലം MLA ഇടപെടണം. ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ അടിയന്തരമായി ഇടപെടണം. ഒരു അപകടം ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കാതെ അപകടത്തിൽ നിന്ന് ഒഴിവാക്കി അടിയന്തരമായി കെട്ടിടം നിർമ്മിക്കാനുള്ള സാഹചര്യം ഒരുക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കും വെക്കാനുള്ളത്. ഈ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.